നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു ദുഃഖവെള്ളിയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരാം. ദുഃഖവെള്ളി, ക്രൂശിൽ കഷ്ടതയുണ്ട്, ക്രൂശിൽ ആക്ഷേപമുണ്ട്, ക്രൂശിൽ അപമാനമുണ്ട്, ക്രൂശിൽ പരിഹാസമുണ്ട്, ക്രൂശിൽ എല്ലാവരും കൈവിടപ്പെടുന്ന അവസ്ഥയുണ്ട്. എന്നാൽ ക്രൂശ് അവിടെ കൊണ്ട് തീരില്ല. ക്രൂശിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ക്രൂശിൽ ഒരു തേജസ്കരണമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഃഖവെള്ളിയുടെ അവസ്ഥയിലൂടെ നിങ്ങളും ഞാനും കടന്നു പോകുന്നെങ്കിൽ ഓർക്കുക, ദൈവം നമുക്ക് ഒരു ഉയർപ്പുഞ്ഞായർ വെച്ചിട്ടുണ്ട്. ദുഃഖവെള്ളിക്കും ഉയർപ്പുഞ്ഞായറിനും ഇടയിൽ ഒരു നിശബ്ദ ശനിയുണ്ടെന്ന് ഓർക്കണം. വേദപുസ്തകത്തിലെ ഭക്തന്മാരെല്ലാവരും ഈ വിധം ദുഃഖവെള്ളിയുടെ അഥവാ കഷ്ടതയുടെ, ഏകാന്തതയുടെ, പ്രയാസത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ക്രൂശ് പിശാചിൻ്റെ പദ്ധതികളുടെ സമ്പൂർണ്ണ പരാജയവും ദൈവിക പദ്ധതികളുടെ സമ്പൂർണ്ണ വിജയവുമായിരുന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും ഒന്നാമത്തെ ദൈവ വാഗ്ദത്തമായിരുന്നു. ആ വാഗ്ദത്തം നടക്കാതിരിക്കാൻ പിശാച് തനിക്ക് കഴിയുന്നത് എല്ലാം ചെയ്തു നോക്കി. സ്ത്രീയുടെ സന്തതി ജനിപ്പാതിരിപ്പാൻ അവൻ പലതും ചെയ്തു. ആദ്യ സന്തതിയെ അവൻ ആദ്യ കൊലപാതകനാക്കി മാറ്റി. കായേൻ ഹാബേലിനെ കൊന്നുകളഞ്ഞു. എന്നാൽ കായേൽ കൊന്ന ഹാബേലിന് പകരം ദൈവം ശേത്തിനെ നൽകി. അവൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്ന് നമ്മൾ വായിക്കുന്നു. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. അബ്രഹാമിന് തലമുറ ഉണ്ടാകാതിരിക്കാൻ നോക്കി. സാറയുടെ ഗർഭപാത്രം പിശാചടച്ചെങ്കിൽ ദൈവം അത് തുറന്നു. ഇസ്ഹാക്ക് മോറിയായിൽ ചെന്നപ്പോൾ പിശാച് കൈകൊട്ടി, ഇതോടെ മുഴുവൻ തീർന്നു എന്ന് അവൻ ചിന്തിച്ചു. എന്നാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിലൂടെ, ഒരു അത്ഭുതത്തിലൂടെ ഇസഹാക്കിനെ ദൈവം തിരികെ നൽകി. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ സ്ത്രീയുടെ സന്തതിയായ യേശു കർത്താവ് ജനിക്കാതിരിപ്പാൻ പിശാച് നോക്കി, അവൻ വളരാതിരിപ്പാൻ പിശാച് നോക്കി, അവൻ ക്രൂശിക്കപ്പെടാതിരിപ്പാൻ പിശാച് നോക്കി. എന്നാൽ അവൻ്റെ പദ്ധതിയെ തകർത്തുകൊണ്ട് യേശു കർത്താവ് കാൽവറിയിൽ യാഗമായി. അവൻ ഉയർക്കാതിരിപ്പാൻ നോക്കി, എന്നാൽ അവൻ്റെ പദ്ധതിയെ തകർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾക്കറിയാം, യേശു കർത്താവിൻ്റെ ക്രൂശിൽ യേശു കർത്താവിനെ അടക്കിയ ശേഷമായി അവൻ്റെ കല്ലറയ്ക്ക് റോമ ഗവൺമെൻറ് ഇംപീരിയൽ മുദ്ര വെച്ചു. അവൻ്റെ കല്ലറയിൽ വലിയൊരു കല്ലുരുട്ടി വെച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി നമ്മുടെ കർത്താവിൻ്റെ കല്ലറയ്ക്ക് കാവൽ നിന്നു. അകത്ത് പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യശക്തികൾ കാവൽ നിൽക്കുമ്പോൾ, അകത്ത് അദൃശ്യലോകത്ത് അല്ലെങ്കിൽ ദൃശ്യലോകത്ത് ഏറ്റവും വലിയ സൈന്യശക്തി കർത്താവിൻ്റെ കല്ലറയ്ക്ക് അവൻ ഉയർക്കാതിരിപ്പാൻ കാവൽ നിൽക്കുമ്പോൾ, അദൃശ്യലോകത്ത് പിശാചും അവൻ്റെ 1000 ദൂതന്മാരും ആ കല്ലറയ്ക്ക് കാവലായിരുന്നു.